നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിനുള്ള സ്പെയിനിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചല്ലോ. അതിൽ പരിക്കേറ്റ ചികിത്സയിലുള്ള ലാമിനെ യമാൽ സ്ക്വാഡിലുണ്ട്. അതുപോലെ തന്നെ പരിക്കിൻ്റെ പ്രശ്നങ്ങളുള്ള മറ്റു ചില താരങ്ങളെയും ഇപ്പോൾ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായിട്ടുള്ളത്. ലാമിനെ യമാൽ ഒക്കെ ഫിറ്റാകുമോ വേൾഡ് കപ്പിന് എന്നുള്ളതാണ്. അപ്പോൾ പരിക്കിൻ്റെ ഇഷ്യൂസ് ഉള്ള താരങ്ങൾ ലാപ്പോർട്ട്, റോഡ്രി, മെറീനോ, ലാമിനെ യമാൽ, നിക്കോ, വിക്ടർ ഇങ്ങനെയുള്ളവരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കോച്ചിനോട് ഇന്ന് പ്രസ് കോൺഫറൻസിൽ സ്വാഭാവികമായിട്ടും ലാമിനെ യമാൽ ഫിറ്റ് ആകുമോ വേൾഡ് കപ്പ് ആകുമ്പോഴേക്കൊന്ന് ചോദിക്കേണ്ടത്. അതിൻ്റെ മറുപടി, ലാമിൻ്റെ റിക്കവറിയുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരു തരത്തിലും റഷ് ചെയ്യാൻ പോകുന്നില്ല. ആ ഒരു പ്രോസസ്സ് അങ്ങനെ കൃത്യമായി നടക്കട്ടെ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. റിപ്പോർട്ട്സ് ഞങ്ങളോട് പറയുന്നത് ഇവരൊക്കെ, ലാമിൻ മാത്രമല്ല മറ്റെല്ലാവരും വേൾഡ് കപ്പിലെ ഫസ്റ്റ് മാച്ചിനോ അല്ലെങ്കിൽ സെക്കൻഡ് മാച്ചിനോ ഫിറ്റായിട്ട് റെഡിയാവും എന്ന് തന്നെയാണ്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്ന വാർത്ത തന്നെയാണ്. അതായത് അത് നമ്മൾ പറയുമ്പോൾ പലർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ. അത് തന്നെയാണ് ഇപ്പോൾ കോച്ചിങ് കൺഫേം ചെയ്യുന്നത്. അതായത് ലാമിനെ യമാലിന് ഒരു പക്ഷേ ആദ്യത്തെ 1-2 മത്സരങ്ങൾ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഫസ്റ്റ് മാച്ച് നഷ്ടപ്പെട്ടേക്കും. രണ്ടാമത്തെ കളിക്ക്, വേൾഡ് കപ്പിൻ്റെ രണ്ടാമത്തെ കളിക്ക് അദ്ദേഹം ഫിറ്റ് ആവാം എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഏതായാലും കോച്ച് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ വേൾഡ് കപ്പിന് മുമ്പ് സ്പെയിന് 2 സന്നാഹ മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. അതെന്തായാലും മിസ്സാവും. ഇറാഖിനെതിരെയും പെറുവിനെതിരെയുമാണ് ആ സന്നാഹ മത്സരങ്ങൾ. അതെന്തായാലും ലാമിനെ യമാലിന് മിസ്സാവും. പിന്നെ വേൾഡ് കപ്പ് തുടങ്ങുമ്പോൾ ആദ്യത്തെ കളിയും മിസ്സാവാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ കോച്ചിൻ്റെ ഈ വാക്കുകളിലൂടെ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഉള്ള ഒരു സംശയം, എന്തിന് എറിക് ഗാർഷിയെ സ്ക്വാഡിലെടുത്തു എന്നുള്ളതാണ്. 2022 ശേഷം ഒരിക്കൽ പോലും സ്പാനിഷ് ദേശീയ ടീമിലേക്ക് വിളിച്ചിട്ടില്ലാത്ത താരമാണ് എറിക് ഗാർഷ്യ. അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുന്നു. അതിനും കോച്ചിന് ന്യായീകരണമുണ്ട്. കോച്ച് പറഞ്ഞത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒളിമ്പിക് ഗെയിംസ് മുതൽ എന്നോടൊപ്പം ഉള്ള ആളാണ് എറിക് ഗാർഷ്യ. അവനെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോഴും സംശയമില്ല. അതുകൊണ്ടാണ് അവനെ ഞാൻ വിശ്വസിച്ച് സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുന്നത് എന്നുള്ളൊരു വിശദീകരണമാണ് ആ കാര്യത്തിൽ കോച്ച് നൽകിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.